Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ വളരെ സ്പെഷ്യലായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ ഒരാൾ സ്പെഷ്യലായി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബിഹേവിയറിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മടിക്കാതെ നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് വിളിച്ച് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ്, പ്രോപ്പർ ഗൈഡ് ലൈൻസ് തന്നുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ ആരാണോ സ്പെഷ്യലായിട്ട് കണക്കാക്കണം അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾക്കൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇതല്ല അർത്ഥമാക്കുന്നത്. നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. ആ ഫീലിങ്സ് കറക്റ്റായി, ജെന്യൂനായി, ഹോണസ്റ്റായി സംസാരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ നമ്മളൊരു സ്പെഷ്യലായി മാറണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണോ അത് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ക്ലിയറായി, ഹോണസ്റ്റായി സംസാരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സംസാരിക്കാത്തതാണ് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നിങ്ങളെ സ്പെഷ്യലായി ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമതായി, ആരുടെ മൈൻഡിലാണോ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫീൽ ഉണ്ടാക്കേണ്ടത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളോട് കൂടുതലായിട്ട് ലിസൺ ചെയ്യുക, അവരെ ഒരു ആക്റ്റീവ് ലിസണർ ആയിക്കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് അവരുടെ ലൈഫിൽ നേരിടുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് നൽകുക, അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല വാക്കുകളോ അപ്രീസിയേഷനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി, ഷോ എംപതി. ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ മൈൻഡിൽ ഒരു സ്പെഷ്യലായി മാറണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. പൊതുവെ നമുക്ക് എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള വ്യക്തിത്വം എന്തായിരിക്കും? മറ്റുള്ള ആളുകളോട് ഒരു അനുകമ്പ, ദയ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു പെർട്ടിക്കുലർ വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. പൊതുവെ നമുക്കൊരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആകാൻ, മറ്റുള്ള ആളുകളുടെ ഉള്ളിലും ഒരു പോസിറ്റീവ് ഇമേജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റി കൂടിയാണ് എംപതി എന്ന് പറയുന്നത്. സോ ഷോ എംപതി. നെക്സ്റ്റ്, ഷോ റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ബോധ്യം ഉണ്ടായിരിക്കും. അതായത് നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട്, നമുക്ക് എന്തൊക്കെ ഇഷ്ടമല്ല, നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്പെഷ്യലായി കണക്കാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മൾ ഈ പറഞ്ഞ റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളെ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ക്വാളിറ്റീസ് ഉള്ള അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അവരുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ള ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ നമുക്കിടയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ അവരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായ രീതിയിൽ ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, സർപ്രൈസ്. സർപ്രൈസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ നമ്മളെ ആരെങ്കിലും സർപ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊമെന്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അന്ന് അവൾ എനിക്ക് അല്ലെങ്കിൽ അന്ന് അവൻ എനിക്കൊരു സർപ്രൈസ് തന്നു, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും പറയും അല്ലെങ്കിൽ ഓർക്കും എന്നുള്ളതാണ്. സോ നിങ്ങളെ ഒരാൾ സ്പെഷ്യലായി ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ സർപ്രൈസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്,
നിങ്ങളുമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു സേഫ് സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു സേഫ് പ്ലേസ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങളത് കറക്റ്റായി അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് എന്ത് പറയുമ്പോഴും വളരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എടുത്തുചാട്ടം കാരണമാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് സൈഡ് മാത്രം മനസ്സിലാക്കി അതിനെ മാത്രം എക്സാജറേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം കംഫർട്ട് ആവില്ല, അല്ലെങ്കിൽ നിങ്ങളുമായി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം അല്ലെങ്കിൽ അതൊന്നും ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ മൈൻഡിൽ ഒരു സ്പെഷ്യലായി മാറണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ജഡ്ജ് ചെയ്യാതെ അവരെ മനസ്സിലാക്കി കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അവരുടെ മൈൻഡിൽ ഒരു സ്പെഷ്യലായി മാറണം എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ബി വൾണറബിൾ. അതായത് ചില ആളുകളുടെ മുമ്പിൽ നമുക്ക് കരയാനോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയാനോ ഒക്കെ മടിയായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ വൾണറബിൾ ആകുന്നത് പലപ്പോഴും നല്ലതാണ് എന്നാണ്. കാരണം അതിന് മേ ബി ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കാം, അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് അഡ്വാൻറ്റേജ് ആണ്. കാരണം അവരുമായിട്ട് നമ്മളൊന്നുകൂടി ഇൻറ്റിമേറ്റ് ആവും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും നമ്മൾ എങ്ങനെയൊക്കെയുള്ള ഒരു ട്രീറ്റ് ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലോ കണ്ടു കഴിഞ്ഞാലോ നമ്മൾ ഓക്കെ ആവുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിനനുസരിച്ചിട്ട് വൾണറബിൾ ആവുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കാര്യം. ഇനി ഫൈനൽ വൺ, അപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ വളരെയധികം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഡേ അല്ലെങ്കിൽ വളരെ ബിസി ഡേ ആണെന്ന് വിചാരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 5 minutes കണ്ടെത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം കണ്ടെത്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് എന്താണ്, എന്നോട് 5 minute സംസാരിച്ചുള്ളൂ അല്ലെങ്കിൽ 10 minute പോലും സംസാരിച്ചില്ല, അങ്ങനെയായിരിക്കും പലപ്പോഴും കാണുക. പക്ഷെ അവരുടെ സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ബിഹേവിയറിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ആരുടെ മൈൻഡിലാണ് ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മൈൻഡിൽ വളരെ സ്പെഷ്യലായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്